ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാടിനും വീടിനും നാട്ടുകാർക്കും വെറുക്കപ്പെട്ടവനായി നീ മാറും. പൊതുശല്യമായിട്ട് തന്നെ നീ മാറും. നാട്ടുകാര് കൂട്ടം ചേർന്ന് നിന്നെ തല്ലിക്കൊല്ലുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. രോഹിത്തിന്റെ നന്മയല്ല അവരാഗ്രഹിക്കുന്നത്. രോഹിത്തിനെ കൂടെ നിർത്തി സത്യമ്മയുടെ കുടുംബം നശിപ്പിക്കലായിരുന്നു അവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി അവര് കൂടെ നടന്നതും കൂട്ടത്തെ കൂട്ടിയതും ഒക്കെ. പിന്നെ എത്ര വഴക്ക് പറഞ്ഞാലും തല്ലി ഓടിച്ചാലും എനിക്ക് നിങ്ങളെ കൈവിടാൻ പറ്റില്ലല്ലോ. ജാമ്യത്തിൽ ഇറക്കാനാണെങ്കിലും എന്റെ കയ്യില് കാശൊന്നുമില്ല. അതും ഞാൻ ആരോടെങ്കിലും ഒക്കെ തെണ്ടണം. കുറെ നാൾ ഒന്നിച്ച് കഴിഞ്ഞതല്ലേ. മറ്റുള്ളവർ ഉപേക്ഷിച്ചു പോകുന്നത് പോലെ എനിക്കങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അതെ, വക്കീലിനെ കണ്ട് നാളത്തേക്ക് ജാമ്യത്തിനുള്ള ഏർപ്പാട് നോക്കിക്കോ. ജാമ്യം കിട്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കിക്കോളാം. വലിയ ഉപകാരം സർ. രോഹിത്, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യാം. പക്ഷെ പുറത്തിറങ്ങിയ ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക്. രോഹിത്, ഒരിക്കലും ഞാൻ രോഹിത്തിനെ ചതിക്കാൻ വേണ്ടിയിട്ടല്ല പപ്പയുടെ കാര്യം മറച്ചു വെച്ചത്. അത് ഇനിയെങ്കിലും രോഹിത് ഒന്ന് മനസ്സിലാക്കണം. മാമ എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? ആ കാശ് വയ്ക്കേ. ഏത് കാശ് മാമ? നിനക്കറിയില്ലല്ലേ? ഇല്ല. രാഘവൻ നായരെ അടിച്ചിട്ടിട്ട് സത്യാമ്മയുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച ആ 10 ലക്ഷം രൂപ. ഒരു നയാ പൈസ കുറയാതെ നീ ഇപ്പൊ വെക്കണം ഇവിടെ. നോക്കണ്ട, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ബാപ്പച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ഓ, ആ പാവങ്ങൾ ആ അച്ഛനെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ പൈസയാ. എനിക്കറിയില്ല മാമ ഈ കാശിനെ കുറിച്ചൊന്നും. വല്ലവരുടെയും കാശ് വല്ലവരും എടുത്തതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ആ കാശ് നീയാ എടുത്തതെന്ന് അറിയാവുന്നത് ഞങ്ങൾ രണ്ടുപേർക്കുമാ. ഇരു ചെവി അറിയാതെ ആ കാശ് കൊണ്ടുപോയി കൊടുത്ത് പ്രശ്നം സോൾവ് ആക്കാം. അതല്ല, കൊടുക്കാൻ ഒരു താല്പര്യമില്ലാതെ അവരെ ദ്രോഹിക്കാൻ തന്നെയാണ് നിന്റെ തീരുമാനമെങ്കിൽ നിനക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നത് ഞാനും എന്റെ മോളുമായിരിക്കും. അത് ശരി. അപ്പൊ മാമ കൽപ്പിച്ചു കൂട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ? മാമാക്ക് എന്നെക്കാട്ടിലും എന്റെ ഉമ്മയെക്കാട്ടിലും വലുത് അവരാണോ? ആര് വലുത് ആര് ചെറുത് എന്നുള്ളതല്ല, നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. മാമ ചുമ്മാതെ അവള് പറയുന്നതും കേട്ടു. എനിക്ക് വിശ്വാസവഞ്ചന കാണിക്കാൻ പറ്റില്ല നസീറേ. എന്നെ വിശ്വസിക്കുന്നവരെ ചതിക്കാനും പറ്റില്ല. നീ പണം എടുത്തിട്ടുണ്ടെന്ന് നിനക്ക് ഞങ്ങൾക്കും അറിയാം. ആ പണം തിരിച്ചു കൊടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവും നിന്റെ മുൻപിലില്ല. ഇനിയും നീ ആ പണം കൊടുക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാവുന്നില്ലെങ്കിൽ നിനക്കെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനേ എനിക്ക് കഴിയൂ. അവസാനമായി ഒരിക്കൽ കൂടി നിന്നോട് ചോദിക്കുക, ആ പണം നീ അവർക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? മാമ, എവിടുന്നോ വന്ന ഒരു ബന്ധവും ഇല്ലാത്ത അവർക്ക് വേണ്ടി മാമ എനിക്കെതിരെ കേസ് കൊടുക്കൂ. നീ നന്നാവണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കും. ഒരു ബന്ധവും ഇല്ലാത്ത എവിടുന്നോ വന്ന വല്ലവർക്കും വേണ്ടി നിങ്ങൾ എനിക്കെതിരെ തിരിയുമെങ്കിൽ എനിക്കതൊന്ന് കാണണം. എന്താ എനിക്കെതിരെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ചെയ്ത് കാണിക്കി. എന്നെ ഒറ്റാനാണ് ശ്രമമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ നന്നാവണമെങ്കിൽ പോലീസിന്റെ നല്ല ഇടി കിട്ടണം.
ഇല്ലെങ്കിൽ നാടിനും വീടിനും നാട്ടുകാർക്കും വെറുക്കപ്പെട്ടവനായി നീ മാറും. പൊതുശല്യമായിട്ട് തന്നെ നീ മാറും. നാട്ടുകാര് കൂട്ടം ചേർന്ന് നിന്നെ തല്ലിക്കൊല്ലുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. ബാപ്പച്ചി! ബാപ്പച്ചി! അയ്യോ ബാപ്പച്ചി! ബാപ്പച്ചി! പഠിച്ചോനെ, ബാപ്പച്ചി! എന്റെ ഉമ്മാന്റെ ആംഗ്ലയായി പോയി. ഇല്ലെങ്കിൽ നിങ്ങളെ ഞാനിപ്പോ തീർത്ത് കളഞ്ഞാനെ. ബാപ്പച്ചി എഴുന്നേൽക്ക് ബാപ്പച്ചി. ഇനി എനിക്കെതിരെ ഒരു അക്ഷരം വേണ്ടിയാ, ആ ബന്ധം ഞാനങ്ങ് മറക്കും. തീർത്ത് കളയും നിങ്ങളെ ഞാൻ. എന്റെ ബാപ്പച്ചി നീ കൊന്നോടാ. ബാപ്പച്ചി എഴുന്നേൽക്ക്. വാപ്പച്ചിയെ മാത്രമല്ല, അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ ബാപ്പച്ചി നിനക്കും ഇതായിരിക്കും ഗതി. കേറി. വേണ്ട, എന്റെ മോളെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എഴുന്നേൽക്ക് ബാപ്പച്ചി. നീ പറയുന്നത് കേൾക്കാം. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. ഹേ, അങ്ങനെ വഴിക്ക് വാ. ദേ, കുളിമുറിയിൽ കുളിക്കാൻ പോയപ്പോ മാമ ഒന്ന് കാല് വഴുതി വീണു. അതാണ് ഇവിടെ സംഭവിച്ചത്. ബാപ്പച്ചി അല്ലാതെ മറ്റെന്തെങ്കിലും പറയാനാണ് വാപ്പച്ചിയുടെയും പുഞ്ഞാര മോളുടെയും ഭാവമെങ്കിൽ ദേ അവിടെ നടന്ന ഓർമ്മയുണ്ടല്ലോ, അതിനപ്പുറം ഇവിടെ നടക്കും. അയ്യോ ബാപ്പച്ചി. ഇല്ലാതാക്കി കളയും രണ്ടിനെയും. ഓർത്തോ. ബാപ്പച്ചി ബാപ്പച്ചി. ബാപ്പച്ചി ബാപ്പച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നന്നായിട്ട് ചോര വരുന്നുണ്ട് ബാപ്പച്ചി. വേണ്ട മോളെ, ബാപ്പച്ചി വേണ്ട. കണ്ടില്ലേ അവൻ കാണിച്ചു കൂട്ടിയതൊക്കെ? ഭ്രാന്തനാ. അവൻ എന്തും ചെയ്യും. ബാപ്പച്ചി എനിക്ക് വയ്യ മോളെ. നിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് പേടിയാവുക. ഇവനെ പോലെ ഒരുത്തനാണല്ലോ ഞാൻ നിനക്ക് തുണയായി കണ്ടത്. ബാപ്പച്ചി അവനെ ബാപ്പച്ചി സൂക്ഷിക്കണം മോളെ, അവനെ സൂക്ഷിക്കണം. അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. ബാപ്പച്ചി ബാപ്പച്ചി മോളെ, ബാപ്പച്ചി 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 ബാപ്പച്ചി. ഓട്ടോയിൽ പോയൊരു കാറിലാണോ തിരിച്ചു വരുന്നത്? ശാരദാമ്മേ, രാമേട്ടൻ പോയിക്കോ, ഞാൻ വിളിക്കാം. ശരി മോളെ. ശാരദാമ്മേ. മക്കളെ, വിഷ്ണു എന്തിയാ മോളെ? നിങ്ങൾ ഒന്നിച്ചല്ലേ ഇവിടുന്ന് പോയത്? വിഷ്ണുട്ടനും സത്യാമ്മയും കൂടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ പോയിരിക്കുക. എന്തിന്? ആർക്കെതിരെ? എന്താടി അവിടെ ഉണ്ടായേ?